കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിവോഴ്സിനുള്ള പുതിയ ഒരു ഗ്രൗണ്ടാണ് എന്ത് ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമല്ലാത്ത ബന്ധങ്ങളെ ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിവോഴ്സ് കൊടുക്കാം. സെക്ഷൻ 142 പ്രകാരം സുപ്രീം കോടതിക്ക് അതിനുള്ള പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് പ്രകാരം ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പീരീഡ് ഓഫ് സെപ്പറേഷൻ ഷുഡ് ബി സഫിഷ്യൻ്റ്ലി ലോങ് എന്നാണ് പറയുന്നത്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ അവർ തമ്മിൽ ഒരു പ്രത്യേക കാലയളവിൽ അകന്ന് താമസിക്കുകയാണ്. അത് എത്ര കാലം താമസിച്ചിരുന്നു എന്നുള്ളത് കോടതി ചെക്ക് ചെയ്യും. സാധാരണയായിട്ട് പറയണത് 6 വർഷമോ അതിന് മുകളിലോ ആണ് അവർ പറയണത്. എന്ന് പറയുകയാണെങ്കിൽ 6 വർഷമോ അതിന് മുകളിലോ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വ്യക്തികൾ അകന്ന് താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് പ്രകാരം ഡിവോഴ്സ് കിട്ടാനുള്ള ഒന്നാമത്തെ പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് മെയ്ഡ് ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്സ് ബൈ ഇൻ്റർവെൻഷൻ ഓഫ് ദി കോർട്ട്സ് ഓർ മീഡിയേഷൻ. അതായത് കോടതികളിലോ അല്ലെങ്കിൽ കോടതികൾ അനുവദിച്ചു തരുന്ന മീഡിയേഷൻസിലോ അല്ലെങ്കിൽ ഫാമിലികൾ തമ്മിലുള്ള ഔട്ട് ഓഫ് കോർട്ട് മീഡിയേഷനോ നടത്തിയിട്ട് പോലും ഒരു കാരണവശാലും ഇവർ യോജിച്ച് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഗ്രൗണ്ടായിട്ട് ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് പ്രകാരം ഡിവോഴ്സിന് നമുക്ക് യൂസ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് ദ ഓർഡർ പാസ്ഡ് ഇൻ ദ പ്രീവിയസ് ലീഗൽ പ്രൊസീഡിങ്സ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ദ പേഴ്സണൽ റിലേഷൻഷിപ്പ്. കോടതിയിൽ ഇങ്ങനെ കേസ് നിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അതായത് കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ലീഗൽ പ്രൊസീഡിങ്സ് അതിനോട് ഈ വ്യക്തികൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിച്ചിട്ടുള്ളത് അതൊക്കെ എന്ത് ചെയ്യും, കോടതി ചെക്ക് ചെയ്യും. അതായത് ഇൻ്റർവ്യൂ മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ടോ, ചൈൽഡ് കസ്റ്റഡിയുടെ കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള ഡീലിങ്സ് നടന്നിട്ടുണ്ടോ, ഇതെല്ലാം കോടതി ചെക്ക് ചെയ്യുമെന്നാണ് പറയണത്. നാലാമത് പറയണത് വെൻ ദ പാർട്ടീസ് ഹാഡ് ലാസ്റ്റ് കോഹാബിറ്റഡ്. ഭാര്യയും ഭർത്താവുമായിട്ട് ഈ വ്യക്തികൾ എത്ര വർഷം മുമ്പാണ് അവസാനം ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യും. അഞ്ചാമതായിട്ട് ദ പീരീഡ് ഫോർ വിച്ച് ദ പാർട്ടീസ് ഹാഡ് കോഹാബിറ്റഡ് ആഫ്റ്റർ മാരേജ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം ഒരുമിച്ച് താമസിച്ചു ആ ഒരു പീരീഡും കോടതി കണക്കാക്കും. കൂടാതെ പറയുന്ന മറ്റു പോയിന്റുകളാണ് അലോങ് വിത്ത് ദീസ് ഫാക്ടേഴ്സ് ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ പാർട്ടീസ് ഇൻക്ലൂഡിംഗ് ദെയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എക്സിസ്റ്റൻസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അലിമണി ആർ ഓൾസോ ടു ബി കൺസിഡേർഡ് ബിഫോർ ഗ്രാൻറ്റിംഗ് എ ഡിഗ്രി ഓഫ് ഡിവോഴ്സ് എന്നാണ് പറയുന്നത്. മേൽപ്പറഞ്ഞ 5 കാരണങ്ങൾ കൂടാതെ ഈ വ്യക്തികളുടെ വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികൾ ആരൊക്കെയാണ് ഡിവോഴ്സ് കഴിഞ്ഞാൽ നോക്കുവാനായിട്ടുള്ള ബാധ്യതയുള്ളത്, അതുപോലെ തന്നെ അലിമണി തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ഡിവോഴ്സിന് ശേഷം നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ, ഇതെല്ലാം കോടതി പരിഗണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ഓഫ് മാരേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ പറയുന്നത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം പറയുന്ന പോലെയുള്ള കാരണങ്ങൾ ഒന്നും തന്നെ ഇവിടെ എന്ത് ചെയ്യേണ്ടത് ആവശ്യമില്ല, പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അഡൾട്ടറി, ക്രൂവാലിറ്റി, ഡെസേർഷൻ, ഇതൊന്നും തന്നെ ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മാത്രം കോടതിയിൽ നമുക്ക് ബോധിപ്പിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടും എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവോഴ്സ് ലോ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.